ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. ഉണ്ണികൃഷ്ണൻ പുതൂർ 1933 ഏങ്ങണ്ടിയൂർ ഗ്രാമത്തിലെ പുതൂർ തറവാട്ടിൽ ജനിച്ചു. ഗുരുവായൂരിലാണ് വളർന്നത്. അച്ഛൻ കല്ലാത്ത് പുള്ളിപ്പറമ്പിൽ ശങ്കുണ്ണി നായർ, അമ്മ പുതൂർ ജാനകിയമ്മ. 1950കളിൽ തന്നെ കവിതകളും കഥയും എഴുതി തുടങ്ങി. കവിതയിലായിരുന്നു തുടക്കം. പുതൂരിന്റെ പ്രസിദ്ധീകൃതമായ ആദ്യത്തെ കഥ ചങ്ങമ്പുഴയുടെ മരണം പ്രമേയമാക്കിയ മായാത്ത സ്വപ്നമായിരുന്നു. ആദ്യത്തെ കഥാസമാഹാരമായ കരയുന്ന കാൽപ്പാടുകൾ എന്ന കൃതിയുമായി കേരളത്തിനുള്ളിലും വെളിയിലുമായി ഒരു വർഷത്തോളം അലഞ്ഞു നടന്നു. 1954 മുതൽ 1956 വരെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ചെങ്കിലും ബിരുദമെടുക്കാതെ രാഷ്ട്രീയ പ്രവർത്തകനായും തൊഴിലാളി പ്രവർത്തകനായും കഴിഞ്ഞു. 1957 ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. 1987 ഗുരുവായൂർ ദേവസ്വം ലൈബ്രറി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വകുപ്പ് മേധാവിയായി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു. 600ഓളം കഥകൾ രചിച്ചിട്ടുണ്ട്. 29 കഥാസമാഹാരങ്ങളും 15 നോവലുകളും ഒരു കവിതാ സമാഹാരവും ജീവചരിത്രവും അനുസ്മരണവും ഉൾപ്പെടെ 50ലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. 1968 ബലിക്കല്ല് എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും 1996 എന്റെ 101 കഥകൾ എന്ന കഥാസമാഹാരത്തിന് പത്മപ്രഭാ പുരസ്കാരവും ലഭിച്ചു. 2014 ഏപ്രിൽ 2 തന്റെ 81ാം വയസ്സിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് പുതൂർ അന്തരിച്ചു. ഇന്ന് ഡെയിലി ന്യൂസ് വായനലോകത്തിൽ പുതൂർ ഉണ്ണികൃഷ്ണൻ എഴുതിയ ഡൈലൻ തോമസിന്റെ ഗാനം എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതൂർ ഉണ്ണികൃഷ്ണൻ എഴുതിയ കഥ ഡൈലൻ തോമസിന്റെ ഗാനം. മരണശയ്യയിൽ കിടക്കുന്ന ആ മനുഷ്യനെപ്പറ്റി ഞാൻ ഓർത്തുപോയി. ഒരു കാലത്ത് ജീവനു തുല്യം സ്നേഹിച്ച് ഒരേ ഹോസ്റ്റലിൽ ഒരേ മുറിയിൽ കഴിച്ചുകൂട്ടിയവരാണ്. നീണ്ട കൊല്ലങ്ങളിലെ ഓർമ്മകൾ. ആ മനുഷ്യൻ മരിച്ചുപോകും എന്നോർക്കുമ്പോൾ പെട്ടെന്നൊരു നടുക്കമുണ്ടാകുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഗോവിന്ദൻകുട്ടിയുടെ കാര്യം കുറച്ച് സംശയമാണ്. സാധാരണ ഒരു ഡോക്ടർ അങ്ങനെ തുറന്ന് പറയുകയില്ല. മരിക്കുമെന്ന് നല്ല അറിവുണ്ടായിരുന്നാൽ പോലും സാരമില്ല, ഏറിയാൽ ഒരാഴ്ച കൂടി കിടക്കേണ്ടി വരും. പക്ഷേ എനിക്ക് നന്നായി അറിയാവുന്ന ആ ഡോക്ടർ എന്നിൽ നിന്നൊന്നും മറച്ചുവെച്ചില്ല. ഇനി ചികിത്സിച്ചിട്ട് പ്രയോജനമില്ല. കാര്യമേതാണ്ടൊക്കെ തിട്ടപ്പെട്ടു കഴിഞ്ഞു. ആ പുതിയ അറിവ് എന്നെ വേദനിപ്പിച്ചു. മിസ്റ്റർ പണിക്കർ, വേണമെങ്കിൽ ഒരു ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുത്തേക്കാം, ശ്വാസം വലിക്കുമ്പോൾ വേദന അനുഭവപ്പെടാതിരിക്കാൻ. ഡോക്ടർ എന്തോ ആലോചിക്കുന്ന മട്ടിൽ പെട്ടെന്ന് ആ വാചകം നിർത്തിക്കളഞ്ഞു. ഗോവിന്ദൻകുട്ടി മരിച്ചുപോകും. ഈ ആഴ്ചയുടെ അവസാനത്തിലോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മരിക്കാം. ഒരുപക്ഷെ അടുത്ത മണിക്കൂർ, ചിലപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചുവെന്ന് വരാം. മരണം അത്രമാത്രം അടുത്താണ് നിൽക്കുന്നത്. മരണം അരികിൽ വന്ന് നിൽക്കുന്നതായ വിവരം ഗോവിന്ദൻകുട്ടിക്ക് അറിവുണ്ടോ? കാറ്റാടി മരത്തിന്മേലിരുന്ന് കാക്കകൾ കർണകഠോരവും അതേസമയം ദയനീയവുമായൊരു സ്വരം പുറപ്പെടുവിക്കുന്നുണ്ട്. അവ ചേക്കണയാൻ പോവുകയാണ്. അസ്തമയം. ആകാശത്തിൽ നിറയെ വാടി വീണ ചുവന്ന പൂവരശു പൂക്കളാണ്. കുരുതി കഴിഞ്ഞ ഒരു ഉൾനാടൻ കാവുപോലെ വാടി വീണ ആ പൂക്കളുടെ വർണ്ണം തളം കെട്ടി നിൽക്കുന്ന ചോര പോലെയുണ്ട്. ആ കടും ചുവപ്പു വർണ്ണത്തിനിടയിലൂടെ കാണുന്ന കറുത്ത മേഘപാളികൾ എന്തോ
ആ കാഴ്ചയിൽ വളരെ പന്തികേടുള്ളതായി തോന്നി. എന്തിൻ്റെയോ ഒരു ക്രൂരമായ ശൂന്യത അവിടെ തളം കെട്ടി നിൽക്കുകയാണ്. കാക്കകൾ വീണ്ടും ക്രാ 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 എന്ന അസുഖകരമായ സ്വരം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇവിടെ അസ്തമിക്കാൻ പോവുകയാണ്. ഇനി ഈ ദിവസം ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. പ്രപഞ്ചവൃക്ഷത്തിന്റെ ഒരില കൂടി കൊഴിഞ്ഞു. ഡോക്ടർ അവസാനമായി പറഞ്ഞ വാക്കുകളെപ്പറ്റി വീണ്ടും ഓർത്തുപോയി. വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമുണ്ടെങ്കിൽ വേഗത്തിൽ അറിയിച്ചോളൂ. വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമുണ്ടോ? വ്യക്തമായി എനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ടപ്പെട്ടവരിൽ അവളെ പെടുത്താനൊക്കുമോ? പക്ഷേ കഴിഞ്ഞ 3 ദിവസവും ഗോവിന്ദൻകുട്ടി ആവർത്തിച്ച ഒരു വാചകമുണ്ട്. അവളെ അവസാനമായൊന്ന് കാണാനൊക്കുമോ സുഹൃത്തേ? അതൊരിക്കലും സാധ്യമാകാത്ത ഒരു കാര്യമായി പര്യവസാനിച്ചിരിക്കുന്നു. ഒരു സുഹൃത്തിന്റെ ഒടുവിലത്തെ മോഹം. എന്തു ചെയ്യാൻ കഴിയും? നളിനിയെ അറിയിച്ചാലോ? ആരാണ് അറിയിക്കുക? അവളെ കണ്ടാൽ തനിക്കെന്താണ് പറയാൻ കഴിയുക? ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയുകയില്ല. നളിനിയുടെയും ഗോവിന്ദൻകുട്ടിയുടെയും ഇടയ്ക്കുനിന്ന് തനിക്ക് അഭിനയിക്കാനുള്ള ഭാഗം വളരെ പ്രയാസമേറിയതാണ്. കണ്ടാൽ പലതും ഓർത്തുപോകും. നളിനിയെ കാണാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ ചില പഴയ ഓർമ്മകളാണ്. ആ ശപിക്കപ്പെട്ട ഓർമ്മകളിൽ നിന്ന് വഴുതി മാറിയിട്ട് ഏതാനും കൊല്ലങ്ങൾ തന്നെ കടന്നുപോയിരിക്കുന്നു. ഭാര്യയായി, കുട്ടികളായി. നളിനിയും ഏതാണ്ടതൊക്കെ മറന്നു കാണും. കാലം എല്ലാ മുറിവുകളെയും ഉണക്കുന്നു. കൗതുകമുള്ള മൂക്കിനെയും ചൈതന്യമുള്ള കണ്ണുകളെയും മാത്രം സ്നേഹിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള സ്ത്രീയാണ്. പുതിയ ഏതെങ്കിലും നല്ല കണ്ണുകളെ അവൾ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു 12 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നോക്കിപ്പോവുകയാണ്. അവ്യക്തമായൊരു സ്വപ്നം പോലെയുണ്ടാകും. യൗവനം മുട്ടിട്ട് നിൽക്കുന്ന 2 ഹൃദയങ്ങൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകും, തിരിച്ചുവരും. പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പലതും പറയാനുണ്ടായിരുന്നു. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസൃതമായി അന്യോന്യം സംസാരിക്കാനുള്ള വിഷയങ്ങളും മാറി മാറിക്കൊണ്ടുവന്നു. വളരെ വളരെ ഭംഗിയുള്ള 2 വിടർന്ന നീലമിഴികൾ നളിനിക്കുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ യുഗാന്തരങ്ങളിലെ സ്വച്ഛതയും നീലിമയുമുണ്ട്. കണ്ണുകൾ എപ്പോഴും സൗന്ദര്യത്തിൻ്റേതായ നീലത്തടാകം പോലെ കിടന്നിരുന്നു. ആ യുവാവിനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യപരമായ പ്രത്യേകതകളൊന്നുമില്ലായിരുന്നു. വളരെ തീക്ഷ്ണമായി ഉറ്റുനോക്കും. ആ നോട്ടം ആരുടെ മനസ്സിലും ചെന്ന് തറയ്ക്കാതിരിക്കയില്ല. ആ നോട്ടം മാത്രമായിരുന്നു ആ മനുഷ്യന്റെ പ്രത്യേകത. താരതമ്യേന അന്നത്തെ വിദ്യാർത്ഥികളിൽ വെച്ച് അല്പം പാകതയുണ്ടായിരുന്നു. ഉറക്കെ ചിരിക്കുകയോ ഒച്ചവെച്ച് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. ക്ലാസ്സിൽ ബുദ്ധിമാനായിരുന്നില്ല. ഒരൊറ്റ ക്ലാസ്സിലും തോറ്റിട്ടില്ലെന്ന് മാത്രം. തനിക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യനെയും അവന്റെ സ്വഭാവത്തെയും പറ്റി ചിലതൊക്കെ മനസ്സിലാക്കി വച്ചിരുന്നു. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തനതായ ചില അഭിപ്രായങ്ങളും രൂപീകരിച്ചു. ആ അഭിപ്രായങ്ങൾ ചിലത് അടിയുറപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾക്കു ചുറ്റും വിദ്യാർത്ഥികളുടേതായ ഒരാരാധക വൃന്ദമുണ്ടായി. ആ വ്യക്തിനിഷ്ഠമായ വളർച്ച നളിനിയെ ആകർഷിച്ചു. അവർ പരസ്പരം ഹൃദയാഭിലാഷങ്ങൾ കൈമാറാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിലെ നീലിമ തെളിയുകയും വെളുത്ത മുഖം കൂടുതൽ പ്രകാശോജ്വലമാവുകയും മാറിടം ഒരു ഉരുണ്ട സ്ഫടികപാത്രത്തിലെ ജലം പോലെ തുളുമ്പുകയും ചെയ്തപ്പോൾ ആ യുവാവിന്റെ വെളുത്ത മനസ്സിൽ ചില മധുര സ്വപ്നങ്ങൾ പൊട്ടിവിടർന്നു. 2 പേരും കോളേജിലെത്തി. അവൾ ലേഡീസ് ഹോസ്റ്റലിലും അയാൾ മെൻസ് ഹോസ്റ്റലിലും. എന്നും കണ്ടുമുട്ടും. പക്ഷേ പഴയപടി അഭിപ്രായങ്ങൾ കൈമാറാൻ അധികം അവസരങ്ങൾ ഉണ്ടാകാതായി. പുതിയ ചുറ്റുപാട്, പുതിയ ജീവിതങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ, നിറങ്ങൾ. അതായിരുന്നു ആ അത്ഭുത ലോകം. അവിടെ അവളുടെ പഴയ കാമുകൻ പരസഹസ്രമുള്ള വിദ്യാർത്ഥികളിൽ ഒരുവനായിപ്പോയി. നളിനിക്ക് ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വം
ആ സ്നേഹിതനിൽ കാണാനൊത്തില്ല. വാർഡിലേക്കൊരു നഴ്സ് കടന്നുവന്നു. കൈത്തണ്ട പിടിച്ച് നാഡിമിടിപ്പുകൾ പരിശോധിച്ചു. നാവിന്റെ ചുവട്ടിലായി തെർമോമീറ്റർ തിരുകി. കട്ടിലിന്റെ തലയ്ക്കൽ തൂക്കിയിട്ടിരിക്കുന്ന കാർഡിൽ എന്തോ മാർക്ക് ചെയ്തു പുറത്തേക്ക് പോയി. ആ നഴ്സിന്റെ മുഖത്ത് ഒരാശങ്ക നിഴലിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. വീണ്ടും ആ കട്ടിലിന്റെ തലയ്ക്കൽ ഞാൻ കുനിഞ്ഞിരുന്നു. മരണം കാത്തിരിക്കുക എന്ന അവസ്ഥ ഏറ്റവും ദുസ്സഹമായി അനുഭവപ്പെടാൻ തുടങ്ങി. ആ കട്ടിലിൽ മരണവും കാത്തുകിടക്കുന്ന മനുഷ്യൻ ഇന്നലെ വരെ പിന്നിട്ട ജീവിതത്തെപ്പറ്റി ഞാൻ ഓർത്തുപോയി. സെക്കൻഡ് യുസിക്ക് പഠിക്കുമ്പോഴാണ് ഗോവിന്ദൻകുട്ടി റൂംമേറ്റായി വന്നത്. ആരെയും ആകർഷിക്കുന്ന പ്രകൃതം, സുന്ദരമായൊരു മുഖം, ചുരുണ്ടു ചുരുണ്ടു കിടക്കുന്ന മുടി, അതിനും പുറമെ ആ ചൈതന്യമുള്ള കണ്ണുകളും ഓമനത്തമുളവാക്കുന്ന നാസികയും ഉണ്ടായിരുന്നു. എപ്പോഴും വളരെ വൃത്തിയായി മാത്രം വസ്ത്രധാരണം ചെയ്തു നടക്കുന്ന ഗോവിന്ദൻകുട്ടിക്ക് എല്ലാറ്റിലും തന്റേതായൊരു വ്യക്തിമുദ്രയുണ്ടായിരുന്നു. ആ തനത് ഒറിജിനാലിറ്റിയെ നളിനി ഇഷ്ടപ്പെടാൻ തുടങ്ങി. കഴിഞ്ഞതെല്ലാം പൊടുന്നനവെ മറക്കുകയും ചെയ്തു. എത്ര വേഗത്തിൽ കഴിഞ്ഞു മറ്റൊരാളെ സ്നേഹിക്കാൻ! താനും നളിനിയുമായുള്ള അടുപ്പം ഗോവിന്ദൻകുട്ടിക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഗോവിന്ദൻകുട്ടി മുറിയിൽ വന്നാൽ അന്ന് ക്ലാസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയാൻ തുടങ്ങും. സൗത്ത് പവലിയനിൽ വെച്ച് നളിനിയെ കണ്ടപ്പോൾ തനിക്ക് ഗുഡ് മോർണിംഗ് തന്നത്, നളിനിയുടെ വാർക്കൂന്തലിൽ ചൂടിയിരിക്കുന്ന പനിനീർപ്പൂവിന്റെ സുഗന്ധത്തെ, ആ ചുകന്ന അധരങ്ങളിൽ പൂത്ത മന്ദഹാസത്തെപ്പറ്റി. അവസാനമാകുമ്പോഴേക്കും ആ വർണ്ണന വസ്ത്രധാരണത്തിലേക്ക് നീങ്ങും. നളിനി ഉടുത്തിരിക്കുന്ന നീല ജോർജറ്റ് സാരിയുടെ ഓർമ്മ, അങ്ങനെ പലതും. ഒരു ദിവസം ഗോവിന്ദൻകുട്ടി ആ ഹൃദയരഹസ്യം എന്നോട് വെട്ടിത്തുറന്ന് പറഞ്ഞു. എനിക്ക് നളിനിയെ സ്നേഹിക്കാതിരിപ്പാൻ സാധ്യമല്ല. നളിനി എന്നെ ഇങ്ങോട്ടും ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുണ്ട്. കരളിനുള്ളിലേക്ക് ഒരു ഞെരിഞ്ഞൽ മുള്ളുമുന അമർത്തുകയായിരുന്നു അപ്പോൾ. കൂടുതൽ ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങി. ജനലുകൾ തുറന്നിട്ടാൽ നീലമലകൾ കാണാം. ചക്രവാളത്തിന്റെ ചുണ്ട് ചുകന്നു കഴിഞ്ഞാൽ ജനൽ മലർക്കെ തുറന്നുവെക്കും. ആ നീലമലകളിലേക്കും നോക്കി മണിക്കൂറുകളോളം വിസ്മൃതിയുടെ താഴ്വരയിലേക്ക് നൂണ്ടിറങ്ങിയിട്ടുണ്ട് മനസ്സ്. മനഃപൂർവ്വം മറന്നുകളയാൻ ആഗ്രഹിച്ചിരുന്ന പലതും തേടിക്കൊണ്ടുവരും. പിന്നെ കുറെ അസുഖകരങ്ങളായ ചിന്തകളാണ്. നളിനിയും ഗോവിന്ദൻകുട്ടിയും കൂടി മൈതാനത്തിലെ പൂവരശുമരത്തിന്റെ ചുവട്ടിലിരുന്ന് സ്വപ്നങ്ങൾ കൈമാറുകയാവാം. അവളുടെ തക്കാളിപ്പഴം പോലെ ഉരുണ്ടുകൊഴുത്ത കപോലത്തിൽ ഗോവിന്ദൻകുട്ടിയുടെ ചുണ്ടുകൾ സ്പർശിച്ചു കാണും. ഗോവിന്ദൻകുട്ടിയുടെ മടിയിൽ തലവെച്ച് നളിനി ഒരപ്സരസിനെപ്പോലെ നിർവൃതിയുടെ മുഖാവരണവുമണിഞ്ഞ് ഒരവ്യക്ത സ്വപ്നത്തിന്റെ തുടക്കം പോലെ കിടക്കുന്നുണ്ടാവും. പ്രേമത്തിന്റെ നീലത്തടാകമായ ആ നീല നയനങ്ങളിലേക്കുറ്റുനോക്കിക്കൊണ്ട് അനാദിയുഗങ്ങളിലെ പ്രേമസങ്കല്പങ്ങളെ തഴുകി ഗോവിന്ദൻകുട്ടി നളിനിയുടെ ചുരുണ്ട് ഇടതൂർന്ന അളകപാളികളിൽ കൈവിരലോടിക്കുകയായിരിക്കുമിപ്പോൾ. ഹാ, ഗോവിന്ദൻകുട്ടി എന്തുമാത്രം ഭാഗ്യവാനാണ്! ഘനീഭവിച്ച നിർമ്മല സ്വപ്നങ്ങൾ അന്യോന്യം അലിഞ്ഞു ചേരുന്നു. പ്രസിദ്ധ കവി ഡൈലൻ തോമസ് തന്റെ കാമുകിക്കെഴുതിയ ഏറ്റവും വികാരസാന്ദ്രമായ വരിയാണ്. ഡൈലൻ തോമസിന്റെ വികാരസാന്ദ്രമായ ഹൃദയമാണ് ഗോവിന്ദൻകുട്ടിയുടേത്. ശ്രീധരൻ മാസ്റ്റർ ഒരിക്കൽ ക്ലാസ്സിൽ പറയുകയുണ്ടായത്രേ. ശ്രീധരൻ മാസ്റ്ററുടെ ആ പ്രേമഭാഷണത്തിലെ ഈരടികൾ ഗോവിന്ദൻകുട്ടി ഇരുന്ന് അയവിറക്കുകയായിരിക്കുമിപ്പോൾ. നളിനിയുടെ ആ കത്തിൽ നിന്നുള്ള ഏതാനും വരികൾ ഇവിടെ പകർത്തിവെക്കുകയാണ്. പ്രിയപ്പെട്ട ചേട്ടാ, മനസ്സിൽ അപരാധബോധമുണ്ട്. എങ്കിലും എനിക്ക് ഗോവിന്ദൻകുട്ടിയെ സ്നേഹിക്കാതിരിപ്പാൻ സാധ്യമല്ല. ആ ചൈതന്യവത്തായ നീലക്കണ്ണുകളെയും സുന്ദരമായ നാസികയെയും ഞാൻ സ്നേഹിക്കുന്നിടത്തോളം കാലം എനിക്ക് അദ്ദേഹത്തെ മറക്കാനൊക്കില്ല. എന്നോട് ക്ഷമിക്കുമല്ലോ. സ്ത്രീയെ, നിന്റെ വംശപരമ്പര എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയല്ലാതെ മറ്റു പോംവഴികളൊന്നുമുണ്ടായിരുന്നില്ല. നളിനിയെ മനഃപൂർവ്വം മറക്കണമെന്ന് കരുതി വളരെ കാലത്തേക്ക് ഒരു പ്രത്യേകതരം ബലഹീനതയോടെ അവളെ മറക്കാനും കഴിഞ്ഞു. മനസ്സിന്റെ മറ്റൊരു വൈരുദ്ധ്യഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്തത്.
അവളെക്കുറിച്ചോർമ്മിക്കാതെ ഒരൊറ്റ ദിവസവും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ആ ദയനീയമായ വാസ്തവം. എല്ലാം മറന്നുപോവുകയാണെന്ന് സ്വയം സമാധാനിച്ചു. അവളെ മറന്നുപോയാൽ ജീവിതത്തിലെ പിന്നീടുള്ള ഏതു ദാരുണ സംഭവത്തെയും മറന്നുപോകാൻ കഴിയും. ഗോവിന്ദൻകുട്ടിയുടെ പേരിൽ കത്തുകൾ തുരുതുരെ വന്നു വീഴുന്നു. വികാരസാന്ദ്രമായ പ്രേമലേഖനങ്ങൾ. ഓരോ കത്ത് വായിക്കുമ്പോഴും വിവിധതരം വികാരങ്ങളാണ് ആ മുഖത്ത് പ്രതിഫലിക്കാറ്. അവസാനത്തെ വരിയും വായിച്ചു കഴിഞ്ഞാൽ ഒരു നിധി കിട്ടിയ മട്ടിൽ ഗോവിന്ദൻകുട്ടി പറയും, സുഹൃത്തേ, ഞാൻ ഭാഗ്യവാനാണ്. അതിന് മറുപടിയായി ഏറിയാൽ ഒരു തണുത്ത ചിരി പുറപ്പെടുവിക്കും. കരളിൽ ഞെരിഞ്ഞിൽ മുള്ളാണിരിക്കുന്നത്. സുഹൃത്തേ, എന്താണിങ്ങനെ വിഷാദമഗ്നനായിരിക്കുന്നത്? എന്തുപറ്റി? എന്നോട് പറയില്ലേ സ്നേഹിത? ഒന്ന് ചിരിക്കുന്നേ. നിങ്ങൾ കൂടുതൽ ചിരിക്കാൻ തുടങ്ങിയതു മുതൽ ഞാൻ ചിരിക്കാൻ മറന്നുപോവുകയാണ്. ഞാനാണോ ചിരിക്കാതിരിക്കാൻ കാരണക്കാരൻ? അതെ. അപ്പോൾ ഞാൻ മരിച്ചാൽ താങ്കൾക്ക് ചിരിക്കാൻ കഴിയുമോ? അത് കണ്ടറിയണം. വളരെ ഗൗരവത്തിലാണ് മറുപടി. ഗോവിന്ദൻകുട്ടിയുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി. എങ്കിലും ഞെക്കിത്തുറിപ്പിച്ചൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. കണ്ണുനീരിന്റെ പുഞ്ചിരി. ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ അന്യോന്യം അധികം സംസാരിക്കാതായി. ഗോവിന്ദൻകുട്ടി മുറിയിലേക്ക് നിശബ്ദനായി കടന്നുവരും. മുഖത്തോട് മുഖം കണ്ടാൽ ഗോവിന്ദൻകുട്ടി കരയുന്നതുപോലെ വിഷമിച്ചൊന്ന് ചിരിക്കും. എന്നോടെന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ യാന്ത്രികമായി തീരാറുണ്ട്. ഇതിനു മുൻപ് ഗോവിന്ദൻകുട്ടി എന്നിൽ നിന്നൊന്നും മറച്ചു വെച്ചിരുന്നില്ല. പുസ്തകം നിവർത്തി കുറേ പേജുകൾ അലക്ഷ്യമായി മറിക്കുന്നത് കാണാം. അതിനിടയ്ക്ക് 100,000 ചിന്തകൾ ആ മനുഷ്യനെ അലട്ടുന്നുണ്ടെന്ന് മുഖഭാവത്തിൽ നിന്നറിയാം. പിന്നീട് പ്രേമലേഖനങ്ങൾക്കുള്ള മറുപടി എഴുതാൻ ആരംഭിക്കുകയായി. ഞാൻ കിടക്കട്ടെ. ഇത്രയും പറഞ്ഞ് പുതപ്പെടുത്ത് കഴുത്തുവരെ മൂടുന്നു. എന്തൊരു മനുഷ്യൻ! സുഹൃത്തേ, റൂംമേറ്റായി വന്ന കാലം മുതൽക്കേ വിളിക്കാൻ തുടങ്ങിയതാണ്. ആത്മാർത്ഥത സ്പന്ദിക്കുന്ന ഒരു ഹൃദയം. എന്റെ ഹൃദയമില്ലായ്മ ഗോവിന്ദൻകുട്ടിയെ വേദനിപ്പിക്കുന്നുണ്ടോ? ഒരിക്കൽ യാദൃശ്ചികമായൊരു കത്ത് കാണാൻ കഴിഞ്ഞു. ഗോവിന്ദൻകുട്ടിയുടെ ഒരു നോട്ട്ബുക്കിൽ നിന്നാണ് എനിക്കാ കത്ത് കാണാൻ കഴിഞ്ഞത്. ആ കത്തിലെ വാചകങ്ങൾ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവനെ, അങ്ങനെ 8:46 മുതൽ ഭാര്യാഭർത്താക്കന്മാരാണ്. പക്ഷേ വരനും വധുവും വെവ്വേറെ മുറികളിൽ തങ്ങളുടെ മാദകരാത്രികൾ തള്ളി നീക്കുന്നു. വധു ലേഡീസ് ഹോസ്റ്റലിലെ 13-ാം നമ്പർ മുറിയിലും വരൻ കോളേജിലെ മെയിൽ ഹോസ്റ്റലിൽ 32-ാം നമ്പർ മുറിയിലും. നമുക്ക് നമ്മുടേതായൊരു ദിവസം ലഭിക്കില്ലേ? ആ ചൈതന്യമുള്ള കണ്ണുകളിലേക്കുറ്റുനോക്കുവാനും ആ കനം കുറഞ്ഞ അധരങ്ങളിലേക്ക് എന്റെ ചുണ്ടുകൾ അടുപ്പിക്കാനുമുള്ള ഭാഗ്യം ഈയുള്ളവൾക്കില്ലേ? ആ സ്നേഹമുള്ള മാറിലമർന്ന് വീർപ്പുമുട്ടാൻ വേണ്ടി എന്റെ ആത്മാവ് പിടയ്ക്കുന്നു. ജീവിത സർവസ്വമേ, എന്റെ കണ്ണുകൾ ഇന്ന് മധുര സ്വപ്നങ്ങളെക്കൊണ്ട് കനം തൂങ്ങിയിരിക്കുകയാണ്. ആ കത്തിലെ പല വരികളും എന്നെ നിശ്ചേതനാക്കി. അവരുടെ ബന്ധം ഞാൻ ഉദ്ദേശിക്കുന്നതിലും എത്രയോ അധികം വളർന്നു പോയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ ഗോവിന്ദൻകുട്ടിയോട് കൂടുതൽ അടുത്തു. പരസ്പരം വെറുത്തിട്ട് യാതൊരു ഫലവുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഫൈനൽ പരീക്ഷ കഴിയാറായി. അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകും. പിന്നീട് അന്യോന്യം കണ്ടെത്തുമെന്ന് ഉറപ്പിക്കാൻ വയ്യ. അന്ന് മുറിയിൽ തനിച്ചിരുന്ന് എന്തോ ഒന്ന് കുത്തിക്കുറിക്കുകയായിരുന്നു. മനസ്സേ, നീ ശാന്തമായി ഒഴുകൂ. ജീവിതം മധുര സ്വപ്നങ്ങളുടെ പറുദീസയല്ല. വിടരാത്ത പനിനീർപ്പൂവിന്റെ ആത്മാവിൽ വെച്ച് വിങ്ങിപ്പൊട്ടിയ ചേതനയാണ് ദുഃഖം. ഗോവിന്ദൻകുട്ടി അത് പിന്നിൽ നിന്ന് വായിച്ചിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പുണർന്നു. അപ്പോൾ ആ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ വളരെ വളരെ ബലഹീനനായിപ്പോയി. സുഹൃത്തേ, എന്നെ തെറ്റിദ്ധരിച്ചുവോ? എന്തൊരു ആത്മാർത്ഥതയുടെ സ്വരം! പിന്നെ അന്യോന്യം കുറെ അളക്കലും ചൊരിയലുമാണ്. മനസ്സിൻ്റേതായ ആ അളക്കലും ചൊരിയലും കഴിഞ്ഞപ്പോൾ അന്യോന്യം എന്തെന്നില്ലാത്ത ഒരു ഭാരം ഇറക്കിവെച്ചതായി അനുഭവപ്പെട്ടു. ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. നളിനി നാട്ടിലേക്ക് പോയി. അതോടെ ഗോവിന്ദൻകുട്ടിയുടെ ജീവിതത്തിനു ചുറ്റും ഇരുട്ട് കയറി.
ഗോവിന്ദൻകുട്ടിയുടെ ഓട്ടോഗ്രാഫിന്റെ താളുകളിൽ ഞാനൊരു വിറയലോടെ എഴുതിക്കൊടുത്തിരുന്നു: പുതിയ വഴിത്തിരിവുകളിലെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുക. വർഷങ്ങൾ ഒഴുകിപ്പോയി. സ്വന്തം കാലിന്മേൽ നിവർന്നു നിന്ന് ജീവിക്കാൻ തുടങ്ങിയ എനിക്ക് കൂടെ കൂടെ ഗോവിന്ദൻകുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നു. 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്തിൽ നിന്നാണ് ഗോവിന്ദൻകുട്ടിയുടെ വിവരങ്ങൾ ഏതാണ്ടൊക്കെ ഗ്രഹിക്കാൻ കഴിഞ്ഞത്. വസൂരി രോഗം പിടിപെട്ടതും മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതും രോഗം മാറി എഴുന്നേറ്റപ്പോൾ സുന്ദരനായ ഗോവിന്ദൻകുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. പകരം ഏറ്റവും വിരൂപനായൊരു മനുഷ്യന്റെ പുനർജന്മവുമായിരുന്നു. ചൈതന്യമുള്ള നീലക്കണ്ണുകളെയും സുന്ദരമായ നാസികയെയും മാത്രം സ്നേഹിക്കാൻ പഠിച്ച നളിനി ഗോവിന്ദൻകുട്ടിയെ അടിയോടെ മറന്നു. മാത്രമല്ല, ഗോവിന്ദൻകുട്ടിയുടെ പ്രേമാഭ്യർത്ഥനകളെ നിരാകരിക്കുകയും ചെയ്തു. ഗോവിന്ദൻകുട്ടിയോടുള്ള പ്രതികാരം വീട്ടാനെന്ന മട്ടിൽ നളിനി മധ്യവയസ്കനായൊരു പണക്കാരനെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു ജീവിതത്തിന്റെ തകർച്ചയായിരുന്നു. റെയില് തെറ്റിക്കൊണ്ടുള്ള നാശോന്മുഖമായ പ്രയാണം. മരണം തേടിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇരുളിന്റെയും പകലിന്റെയും മുൻപിൽ വെച്ച് പല പാപങ്ങളിലും മുഴുകി വിചിത്രമായൊരു പ്രേമബന്ധത്തിൽ ചെന്നുവീണു. ഏറ്റവും കുപ്രസിദ്ധി നേടിയ, തന്നേക്കാൾ ചുരുങ്ങിയത് 10 വയസ്സെങ്കിലും കൂടുതലുള്ള ഒരഭിസാരികയെ പരസ്യമായി വിവാഹം ചെയ്തു. ആ വിവാഹത്തിന്റെ കഥ കേട്ട് പലരും പൊട്ടിച്ചിരിച്ചു. സദാചാരത്തിനോടും സാമൂഹ്യനീതികളോടുമുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു ആ വിവാഹം. അതോടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ബഹിഷ്കരിക്കപ്പെട്ടു. ഇറ്റുവീഴുന്ന കണ്ണീരോടെ ഞാനൊന്ന് പുറകോട്ട് നോക്കിപ്പോവുകയാണ്. എന്റെ റൂംമേറ്റായി വന്ന ആദ്യത്തെ ദിവസം. ശാലീനതയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും നിദർശനമായിരുന്ന ആ സുന്ദരമായ രൂപം എങ്ങനെ മറക്കാൻ കഴിയും? ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ അന്നത്തെ ആ മുഖവും ഇന്നത്തെ ഈ മുഖവും ഞാൻ നോക്കിക്കാണുകയാണ്. മനുഷ്യ മനസ്സിന്റെ വൈരുദ്ധ്യപൂർണമായ 2 മുഖങ്ങൾ ഒരേ മനുഷ്യനിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അവസാന നിമിഷത്തിൽ എന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ലോകം മുഴുവനും അന്വേഷിച്ച് ഒടുവിലെത്തിച്ചേർന്നു. എനിക്കാളെ തന്നെ മനസ്സിലായില്ല. ഏറ്റവും പ്രാകൃതമായ വേഷം, ഏറ്റവും വികൃതമായ രൂപം. മരണം 2 കാലിന്മേൽ നടന്നു വരികയാണെന്ന് തോന്നി. സുഹൃത്തേ, എന്നെ അറിയുമോ? കഴുത്തിൽ കൈയിട്ടുകൊണ്ടുള്ള ആ ചിരപരിചിതമായ ശബ്ദം കേട്ടപ്പോൾ എന്റെ ഹൃദയം നുറുങ്ങിപ്പോയി. പ്രിയപ്പെട്ട സ്നേഹിത, നിനക്കെന്തു പറ്റി? ഗദ്ഗതം കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ കഴിഞ്ഞില്ല. സുഹൃത്തേ, അവസാനമായി നിന്റെ അടുത്ത് കിടന്ന് മരിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലെത്തിയെന്ന് തോന്നി. പിന്തിരിഞ്ഞു നോക്കി. ഞാനിവിടെ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, നിന്നെ മാത്രം. നീ മരിക്കില്ല ഗോവിന്ദൻകുട്ടി, ഞാൻ ആശ്വസിപ്പിക്കാൻ നോക്കി. രാത്രി 16-17 പെഗ് ഹോഴ്സ് റം കുടിച്ചു കാണും. യാതൊരു ഓർമ്മയുമില്ല. ആ രാത്രി തന്നെ ഗോവിന്ദൻകുട്ടി മരിക്കുമെന്നെനിക്ക് തോന്നി. ആകപ്പാടെ പരിഭ്രമത്തിലായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞാനാകെ വിയർപ്പിൽ കുളിച്ചു. ഭഗവാനെ, എനിക്ക് ആത്മബലം നൽകണമേ. ഞാൻ ആദ്യമായി ദൈവത്തെ വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കണ്ണുമിഴിച്ചെന്നെ നോക്കി. ചുണ്ടനങ്ങാൻ തുടങ്ങി. വാക്കുകൾ അവ്യക്തമായി ചുണ്ടിൽ നിന്ന് അടർന്നു വീഴുന്നു. ആശ്വാസമായി എനിക്ക്. രാത്രി 1 മണിയായി. ഗോവിന്ദൻകുട്ടി എഴുന്നേൽക്കാൻ വൃഥാവിലൊരു ശ്രമം നടത്തി. ഞാൻ അവിടെ തന്നെ പിടിച്ചു കിടത്തി. ഒരു തലയണ മീതേക്ക് മീതെ വെച്ച് ഗോവിന്ദൻകുട്ടിയുടെ ശിരസ് അതിന്മേലേക്ക് ചാരിവെച്ചു. ഗോവിന്ദൻകുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒഴുകുന്ന കണ്ണീരോടെ എന്നോട് അർദ്ധരാത്രി സമയത്ത് ചോദിച്ച വാക്കുകളും മറ്റു കുശലപ്രശ്നങ്ങളും. ഈ പാവപ്പെട്ടവന്റെ കൈകളിൽ നിന്ന് അവൾ ഒരു പണക്കാരന്റെ മണിമാളികയിലേക്ക് ഒഴുകിപ്പോയി. സുഹൃത്തേ, ഒരു തകർന്ന ഹൃദയത്തിലെ അവസാനത്തെ ഞരമ്പും പൊട്ടുന്നതിന്റെ ശബ്ദമായിരുന്നോ ഇത്? അതൊക്കെ മറക്കൂ ഗോവിന്ദൻകുട്ടി. മറക്കും സുഹൃത്തേ, മറക്കും. കോളേജിൽ പഠിക്കുന്ന കാലത്തെ ചില സംഭവങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിരുന്നു പിന്നത്തെ ചോദ്യപരമ്പരകൾ. ശങ്കരനാരായണൻ എവിടെയാണെന്നറിയുമോ? ഞാൻ ഓർക്കാൻ ശ്രമിച്ചു. ശങ്കരനാരായണൻ. എന്റെ ചിന്ത ഒരാവിവണ്ടി പോലെ ബഹുദൂരം പുറകോട്ടു പോയി. കോളേജിലെ ഗായകനായിരുന്നു ശങ്കരനാരായണൻ. ആന ബോറനായിരുന്നുവെങ്കിലും
ഒരു അനുഗ്രഹീത ഗായകനായിരുന്നു. ശങ്കരനാരായണന്റെ പ്രേമം ലക്ഷ്മി വിലാസം ഹോട്ടലിന്റെ മുൻപിലെ റെയിൽവേ ക്രോസിംഗിൽ വെച്ചായിരുന്നു ശങ്കരനാരായണന്റെ പ്രേമം അവസാനിച്ചത്. റെയിലിൽ തലവെച്ചു മരിച്ചു. ആ മരണം ഞെട്ടലുളവാക്കുന്നതാണിപ്പോഴും. തലയും കൈകാലും വേർപെട്ട് കിടന്നിരുന്നു ആ കബന്ധം. ഇന്നും അതോർക്കുമ്പോൾ തല ചുറ്റിപ്പോകുന്നു. ലക്ഷ്മി വിലാസത്തിൽ നിന്ന് കാപ്പി കുടിച്ച് ഇറങ്ങുകയായിരുന്നു ഞാനും ഗോവിന്ദൻകുട്ടിയും. അപ്പോഴാണ് ഭയങ്കരമായൊരു ആൾക്കൂട്ടം. തല കണ്ടപ്പോൾ തിരിച്ചറിയാൻ വയ്യായിരുന്നു. എങ്കിലും ഊഹിച്ചു BSc പഠിച്ചിരുന്ന ശങ്കരനാരായണനാണെന്ന്. ധീരമായൊരു ആത്മഹത്യയായിരുന്നു ശങ്കരനാരായണന്റേത്. എന്തൊരു ചോദ്യമാണ് എന്റെ സുഹൃത്തിൻ്റേത്. മരിച്ചാലും മറക്കാത്ത ഓർമ്മകളിലേക്ക് ഈ മനുഷ്യൻ അബോധാവസ്ഥയിലും എങ്ങനെ കടന്നു ചെല്ലുന്നു? ത്രേസ്യാമ്മയെപ്പറ്റി എന്തു പറയുന്നു സുഹൃത്തെ? ഓ, ത്രേസ്യാമ്മ! കറുത്ത് വിടർന്ന മിഴികളും പുഞ്ചിരി വറ്റാത്ത വദനവുമായി പ്രസരിപ്പോടെ തെറിച്ച് നടക്കുന്ന ത്രേസ്യാമ്മ. ത്രേസ്യാമ്മ സെക്കൻഡ് യുസിക്ക് പഠിക്കുമ്പോഴാണ് വിഷം കഴിച്ചു മരിച്ചത്. ത്രേസ്യാമ്മയെ പറ്റിച്ച കാമുകൻ ഒരു വേണുഗോപാലനായിരുന്നു. റൂസ്വെൽറ്റ് വേണുഗോപാലൻ നായരെന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ചുവന്ന നിറമുള്ള ആ മനുഷ്യന് ചെമ്പിച്ച തോൾവാലൻ മീശയും പൂച്ചയുടെ കണ്ണുകളുമുണ്ടായിരുന്നു. ബോംബെയിൽ ബർമാഷെൽ കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആ മനുഷ്യനിപ്പോൾ. 2000-3000 ശമ്പളം വാങ്ങുന്നു. ത്രേസ്യാമ്മയുടെ പ്രേതം വേണുഗോപാലൻ നായരെ തേടി ബോംബെയിലെ പെട്രോൾ ഷെൽട്ടറുകൾക്കിടയിലൂടെ പരതി നടക്കുകയായിരിക്കുമിപ്പോൾ. തങ്കം, മാലതി, സൂസമ്മ ഡേവിഡ്, കൊച്ചുരാധ, നീലക്കുഴൽ പോളി, വിക്ടോറിയ, ജമീല ബീഗം ഇവരുടെയൊക്കെ കഥകൾ ഗോവിന്ദൻകുട്ടിക്കറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. കലാലയ ജീവിതത്തിലെ വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് മേൽ പറഞ്ഞവർ. ഇവരൊക്കെ കാമുകിമാരായിരുന്നു. സുഹൃത്തെ, അന്നത്തെ ഇംഗ്ലീഷ് ലെക്ചർ ശ്രീധരൻ നായർ മാഷ് ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം എന്തൊരു ഹൃദയാലുവായിരുന്നു. ശ്രീധരൻ മാസ്റ്ററുടെ ഇംഗ്ലീഷ് ക്ലാസുകൾ ഞാൻ ഓർത്തുപോയി. ക്ലിയോപാട്രയും ഒഥല്ലോയും ഡെസ്ഡിമോണയും മറ്റും മുൻപിലൂടെ പോകുന്നു. എന്തൊരറിവുള്ള മനുഷ്യൻ! വിശ്വസാഹിത്യകാരന്മാരെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഓരോന്നും ഒറിജിനലായിരുന്നു. നളിനിയും ഗോവിന്ദൻകുട്ടിയും തമ്മിലുള്ള പ്രണയം ശ്രീധരൻ മാസ്റ്റർ അറിഞ്ഞിരുന്നു. പല മഹാകവികളുടെയും പ്രേമകഥകൾ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ സന്ദർഭവശാൽ പറയും. ബൈറന്റെ പ്രേമഗാനങ്ങൾ വാക്കിനു വാക്കിന് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞാൽ നളിനിയോട് ചോദിക്കും, മാഡം മനസ്സിലായില്ലേ? പിന്നെ ക്ലാസ്സിലൊരു പൊട്ടിച്ചിരിയാണ്. നളിനിയെപ്പറ്റി അദ്ദേഹത്തിന് വലിയ മതിപ്പായിരുന്നു. ഡൈലൻ തോമസിന്റെ കവിത പോലെയുള്ളൊരു പെൺകുട്ടി. നളിനിയെക്കുറിച്ച് മാസ്റ്ററുടെ അഭിപ്രായമാണത്. ഡൈലൻ തോമസിന്റെ ഗാനം എന്ന പേരിൽ നളിനിയെ അറിയപ്പെട്ടു തുടങ്ങി. ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോലും ചങ്ങമ്പുഴയുടെ ഈരടികൾ ചൊല്ലിക്കേൾപ്പിക്കും അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം വിഷാദമഗ്നയായിരിക്കുന്ന നളിനിയെ കണ്ടപ്പോൾ ക്ലാസ്സിലെല്ലാവരും കേൾക്കെ 2 വരി കവിത തന്റെ സ്വതസിദ്ധമായ ഘനഗാംഭീര്യതയോടെ ആലപിച്ചു. സ്വപ്നത്തിൽ വരുന്നവയെങ്കിലും സ്വപ്നങ്ങളൊക്കെ പറന്നുപോകും. എല്ലാവരും കൂടി ഒരിക്കൽ കൂടി ചൊല്ലാൻ മാസ്റ്ററോട് അപേക്ഷിച്ചു. ഹാ, എന്തെന്തു സ്മരണകൾ! ഗോവിന്ദൻകുട്ടിയെ ഞങ്ങൾ ഡൈലൻ തോമസിന്റെ കവിതയുടെ പേരിൽ കളിയാക്കുമായിരുന്നു. ഡൈലൻ തോമസിന്റെ കവിത ഇന്നെവിടെ പോയളിയാ? സ്നേഹിതന്മാർ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമായിരുന്നു. ഗോവിന്ദൻകുട്ടി ഒരു വിജഗീഷുവിനെപ്പോലെ നിവർന്നു നിന്നു പറയും, ഡൈലൻ തോമസിന്റെ കവിത എന്റെ ഹൃദയത്തിനുള്ളിലാണ് പിള്ളേരെ. ഒന്ന് കാണട്ടെ മോനെ. കൂട്ടത്തിൽ നിന്നാരെങ്കിലും വിളിച്ചു പറയും. വേണമെങ്കിൽ നോക്കിക്കോ. ഷർട്ടിന്റെ ബട്ടൺ വിടർത്തി തന്റെ ചുരുണ്ട രോമപാളികളാൽ ആവൃതമായ നെഞ്ച് നിവർത്തി കാണിക്കും. എന്തോ ഓർത്ത് നെടുവീർപ്പിടുന്ന പോലെ ഗോവിന്ദൻകുട്ടി ദീനസ്വരത്തിൽ വീണ്ടും എന്നോട് ചോദിക്കാൻ തുടങ്ങി. ശ്രീധരൻ മാസ്റ്റർ എന്നെ മറന്നു കാണും, ഇല്ലേ സുഹൃത്തേ? ഇല്ല, ഒരിക്കലുമില്ല. അദ്ദേഹം ആരെയും അങ്ങനെ പെട്ടെന്ന് മറന്നുപോവുകയില്ല. പ്രത്യേകിച്ച് ഗോവിന്ദൻകുട്ടിയെപ്പോലെയുള്ള ഒരാളെ. മാസ്റ്ററെ ഒന്ന് കാണാൻ മോഹമാകുന്നു. അദ്ദേഹമിപ്പോൾ എവിടെയാണ്? ഡെറാഡൂണിലാണ്. സുഹൃത്തേ, നാം ഏത് കൊല്ലത്തിലാ കോളേജ് വിട്ടത്? 1946. 12 കൊല്ലം കഴിഞ്ഞുപോയി.
എത്ര വേഗത്തിൽ കാലം കഴിഞ്ഞു പോകുന്നു. വളരെ വേഗത്തിൽ പോകുന്നു. മാസ്റ്ററുടെ നീണ്ടു കറുത്ത മുടിയിഴകൾ ഇപ്പോൾ വെളുത്തു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ? മാസ്റ്ററുടെ മുടി നരയ്ക്കുന്നതിൽ എന്തെന്നില്ലാത്ത മനോവേദന അനുഭവപ്പെടുന്നതുപോലെ ശൂന്യതയിലേക്ക് നോക്കി അലക്ഷ്യമായി പറഞ്ഞു, ഏതാണ്ട് നരച്ചു കാണും. നര വാർദ്ധക്യത്തിന്റെ പുഞ്ചിരിയാണോ? അതെ. പെട്ടെന്ന് ഒരെടുത്തുചാട്ടം പോലെ വീണ്ടും വേദനിക്കുന്ന ഓർമ്മയെ അയവിറക്കുന്നതായ മറ്റൊരു ചോദ്യം കൂടി എന്റെ നേർക്കെറിഞ്ഞു. നളിനിക്കിപ്പോൾ എത്ര കുട്ടികളുണ്ടെന്നറിയാമോ? 3 or 4 കുട്ടികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ല. എന്താ, എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? എനിക്കോ? അതൊരിക്കലുമില്ല സ്നേഹിത, ഞാൻ നെറ്റിമേൽ തടവിക്കൊണ്ട് പറഞ്ഞു. എന്റെ നെറ്റിമേൽ ഒന്ന് ചുംബിക്കൂ സ്നേഹിത, ഗദ്ഗദം കലർന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു. ഞാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അനുസരിച്ചു. ഇനി നമുക്കുറങ്ങാം ഗോവിന്ദൻകുട്ടി. ഇനി ഞാൻ ഉറങ്ങിയാൽ ഒരിക്കലും ഉണരുകയില്ലെന്ന് തോന്നുന്നു. രാത്രി വളരെ നേരം ഛർദ്ദിച്ചു. പുലർച്ചെ കോളാമ്പി എടുത്തു നോക്കിയപ്പോൾ ഛർദ്ദിച്ചത് മുഴുവൻ രക്തമായിരുന്നുവെന്നെനിക്ക് മനസ്സിലായി. കിടന്ന കിടപ്പിൽ നിന്ന് തീരെ എഴുന്നേൽക്കാൻ വയ്യ. ഉടനെ തന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. നാഡിമിടിപ്പുകൾ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറഞ്ഞു, സീരിയസ് അറ്റാക്ക്. ഐ ഷാൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. വൈകുന്നേരം മുറിയിലേക്ക് വന്നപ്പോൾ ഡോക്ടർ വീണ്ടും എന്നോട് പറഞ്ഞു, വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അറിയിച്ചോളൂ. 24 മണിക്കൂർ ഇനി തികച്ച് ജീവിക്കുമെന്നെനിക്ക് അഭിപ്രായമില്ല. നിർജീവമായ കണ്ണുകളോടെ എന്നെ അവസാനമായി തുറിച്ചു നോക്കിയ രംഗം. ശ്വാസഗതി വർദ്ധിച്ചു. പുരികക്കുടികൾ മേലോട്ട് വളഞ്ഞു. ചുണ്ട് ഒരു ഭാഗത്തേക്ക് കോടി. അപ്പോൾ അവസാനമായി ആ വെളുത്ത ദന്തനിരകൾ കണ്ടു, സ്നേഹത്തിന്റെ വെൺമേഘത്തുണ്ടുപോലെ. സുഹൃത്തേ, ഡൈലൻ തോമസിന്റെ ആ ഗാനശകലത്തെപ്പറ്റി അവസാനമായൊന്നു പറയൂ എന്ന അപേക്ഷയായിരുന്നോ ആ കണ്ണുകളിൽ? അവസാനമായി കോടിയ ആ ചുണ്ടുകൾ ഡൈലൻ തോമസിന്റെ കവിത ഏറ്റുപാടുകയായിരുന്നോ? നഴ്സും ഡോക്ടറും കൂടി മുറിയിലേക്ക് കടന്നുവന്നു. കൈത്തണ്ട് ഡോക്ടർ പിടിച്ചു നോക്കി. അതൊരു മരക്കയിൽ പോലെ തണുത്തു, നിർജീവമായിരുന്നു. നഴ്സ് ഉറങ്ങിക്കിടക്കുന്ന ഗോവിന്ദൻകുട്ടിയുടെ മുഖത്ത് ഒരു വെള്ളത്തുണി കൊണ്ട് മൂടി. അവരുടെ കൺപീലികൾ നനഞ്ഞിരുന്നു. ഓ, ആ ഡൈലൻ തോമസിന്റെ ഗാനം എന്നേക്കുമായി നിലച്ചു കഴിഞ്ഞിരുന്നു. ശ്രീധരൻ മാസ്റ്ററുടെ ഘനഗംഭീരമായ സ്വരത്തിലൂടെ ആ വരികൾ എന്റെ ആത്മാവിൽ മുഴങ്ങുന്നതായി തോന്നി. ശ്രീധരൻ മാസ്റ്ററുടെ മനുഷ്യസ്നേഹത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് ഗോവിന്ദൻകുട്ടിയുടെ ആത്മാവ് പ്രേമത്തിന്റെ ആധിക്യതയിലേക്ക് പറന്നുയരുകയായിരിക്കുമിപ്പോൾ. അതാ ഈണത്തിൽ ഡൈലൻ തോമസിന്റെ ഗാനം ഒഴുകി വരികയാണ്. അതെ, 1958. എല്ലാം കഴിഞ്ഞുപോയി. ഇതോടുകൂടി ഡൈലൻ തോമസിന്റെ ഗാനം എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.